Hello dear students, today we start a new chapter, chapter 4, Web Technology. Actually, it's the beginning of a new section, World of Web. And this section is common to all the three streams. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ചാപ്റ്റർ അവരുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, തുടർന്ന് വരുന്ന ഒരു 3 to 4 ചാപ്റ്റേഴ്സ് കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നമ്മൾ ഒന്നിച്ചായിരിക്കും യാത്ര തുടരുക. വേൾഡ് വൈഡ് വെബിൻ്റെ ലോകത്തിലൂടെ നമ്മളൊന്നിച്ച് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളും കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വിദ്യാർത്ഥികളും ഒന്നിച്ച് യാത്ര തുടരുകയാണ്. So welcome my dear students to the world of web. വെബ് ലോകത്തിലേക്ക് നമുക്കൊരു യാത്ര. മനുഷ്യൻ്റെ വളർച്ച പല ഘട്ടങ്ങളിലൂടെയായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു കല്ലുകൾ ഉരച്ച് തീയുണ്ടാക്കി അവിടെ നിന്നൊക്കെ തുടങ്ങിയതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്കൂൾ ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയാണ്. ശിലായുഗം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ശിലായുഗത്തിൽ നിന്ന് തുടങ്ങി മനുഷ്യൻ്റെ വളർച്ച പല ഘട്ടങ്ങളിലൂടെ കടന്ന് ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? യെസ്, ഇൻ്റർനെറ്റ് യുഗം, ദ എറ ഓഫ് ഇൻ്റർനെറ്റ് അല്ലേ? അതില്ലാതെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ഈ കോവിഡ് കാലത്ത് പോലും നമുക്കിങ്ങനെ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഇൻവോൾവ് ആകാൻ കഴിയുന്നത് ഇൻ്റർനെറ്റിൻ്റെ കൂടി ഒരു സൗകര്യമുള്ളത് കൊണ്ടാണ്. ഓഫ്കോഴ്സ് വിക്ടേഴ്സ് ചാനലിലൂടെ നിങ്ങളത് കാണുന്നുണ്ട്. പക്ഷേ അത് കാണാൻ കഴിയാത്തവർക്ക് അല്ലെങ്കിൽ കണ്ടവർക്ക് വീണ്ടും കാണണമെങ്കിൽ വി ഹാവ് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതൊക്കെ ഇല്ലേ? ഇതെല്ലാം ആരുടെ സംഭാവനയാണ്? ഇൻ്റർനെറ്റിൻ്റെ സംഭാവനകളാണ്. അതിൻ്റെ സേവനങ്ങൾ, അതിൻ്റെ ഒരുപാട് റിസോഴ്സസ് ഉണ്ട് ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ. അത് പ്രയോജനപ്പെടുത്താത്തതായിട്ട് ഇന്ന് ലോകത്ത് ആരും തന്നെ കാണില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏതൊരു വ്യക്തിയും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് നേരിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാവണമെന്നില്ല അല്ലേ? ഇപ്പോൾ ഒരു റേഷൻ കടയിൽ പോയി നിൽക്കുന്ന ഒരു പഴയകാലത്തെ ഒരു വല്യമ്മ, അവർക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പോലുമില്ല. പക്ഷേ അവരുടെയും ഡേറ്റ ട്രാൻസ്ഫറൊക്കെ നടക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. അമ്മച്ചിയൊന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ ആ ഷോപ്പിലിരിക്കുന്ന ആൾ അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പൊയ്ക്കോട്ടെ. നമ്മൾ വിദ്യാർത്ഥികൾ, നിങ്ങൾ എന്തുമാത്രമാണ് ഇൻ്റർനെറ്റിനെ ആശ്രയിക്കുന്നത്? നിങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് വന്ന റിസൾട്ട് നിങ്ങൾ അറിഞ്ഞത് വെബ്സൈറ്റിലൂടെയാണ്. അപ്പോൾ ഇതുകൂടാതെ നിങ്ങൾ നിങ്ങളുടേതായ ചില ആവശ്യങ്ങൾ, ഓൺലൈൻ പർച്ചേസ് ഇപ്പോൾ നടക്കാറില്ലേ? ചില സീസണിലൊക്കെ നമുക്ക് ഭയങ്കര ഡിസ്കൗണ്ടും മറ്റുമൊക്കെ അനുഭവിച്ച്, അങ്ങനെയും അല്ലാതെയുമൊക്കെ ഓൺലൈൻ പർച്ചേസ് നടത്തുന്നവർ, ബാങ്കിങ് ഇടപാട്, സീറ്റ് റിസർവേഷൻ, അത് തിയേറ്ററിലായിക്കോട്ടെ, ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ട്രെയിൻ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ നമ്മുടെ KSRTC, ഇങ്ങനെ വിവിധങ്ങളായ മനുഷ്യൻ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ഇന്ന് ഇൻ്റർനെറ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിന് കമ്പ്യൂട്ടർ വേണമെന്നൊന്നുമില്ല. ഇന്ന് കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് മൊബൈലിലൂടെയാണ് ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യുന്നത്, ഇൻ്റർനെറ്റിലെ സേവനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ, അല്ലെങ്കിൽ ഇനി മുതലുള്ള ചില ചാപ്റ്റേഴ്സിൽ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു ടെക്നോളജിയാണ്. നമുക്ക് പരിചയം, അല്ലെങ്കിൽ ഭൂരിഭാഗത്തിനും പരിചയം, ഇൻ്റർനെറ്റ് കണക്ഷൻ നമ്മുടെ മൊബൈലോ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആക്കുന്നു അല്ലേ? നെറ്റ് കണക്ഷൻ എടുക്കുന്നു, സൈറ്റിൻ്റെ നെയിം കൊടുക്കുന്നു, URL എന്നൊക്കെയല്ലേ പറയുന്നത്. സൈറ്റ് നെയിം കൊടുക്കുന്നു, നമുക്ക് ആവശ്യമുള്ളത് കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ അങ്ങോട്ട് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമ്മൾ അറിയുന്നുള്ളൂ. ഇതിൻ്റെ പിന്നാമ്പുറത്ത്, ഇതിൻ്റെ അണിയറയിൽ നടക്കുന്ന കാര്യങ്ങൾ, ടെക്നോളജി എന്താണെന്ന് നമുക്ക് പലർക്കും അറിയില്ല. നമ്മളത് പഠിക്കാൻ പോവുകയാണ്. ഈ ചാപ്റ്ററിൽ വെബ് ടെക്നോളജി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണുള്ളത്.
ഒന്ന് ടെക്നോളജിക്കൽ ആസ്പെക്ട്സും മറ്റൊന്ന് വെബ് ഡിസൈനിങ്ങിൻ്റെ ഒരു തുടക്കവും. ടെക്നോളജിയിൽ ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് കമ്പ്യൂട്ടേഴ്സ് തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻ അമംഗ് ദീസ് കമ്പ്യൂട്ടേഴ്സ് മാത്രമല്ല അല്ലേ. ഇന്നിപ്പോൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് കമ്പ്യൂട്ടർ മാത്രമാണോ, ലാപ്ടോപ്പ് മാത്രമാണോ, മൊബൈൽ മാത്രമാണോ? ചിലരുടെ പെൻ, ചിലരുടെ ഗ്ലാസ്, ബെൽറ്റ്, പിന്നെ ഫ്രിഡ്ജ്, കാറ്, ഇങ്ങനെ IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ, ഇതിൻ്റെ സർവീസസിനെ കുറിച്ചിട്ടൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു. ഇൻ്റർനെറ്റ് എന്നൊരു ചാപ്റ്റർ കണ്ടു. അതിൻ്റെ അല്പം ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് നെറ്റ്വർക്ക് എന്നൊരു ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കവർ ചെയ്തതാണ്. അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരണം നമുക്ക്. എനിവേ, ഈ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസ് തമ്മിലുള്ള ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, ഡേറ്റ ആക്സസ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ, ഇതൊക്കെ ആണ് ടെക്നോളജിയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ സർവീസസൊക്കെ, ഈ ടെക്നോളജിയെ ഇത്തരത്തിൽ മനുഷ്യരിലേക്ക് എത്തിക്കാൻ, ഇൻ്റർനെറ്റിനെ ഇത്തരത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രയോജനപ്രദമാക്കാനായിട്ട് അതിനകത്തും പ്രോഗ്രാമിങ്ങിൻ്റെ ചില എലമെൻ്റ് ഉണ്ട്. ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. വെറുതെ ഒരു വെബ്സൈറ്റ് മാത്രമല്ലല്ലോ, വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാമെന്ന് മാത്രമല്ല ഇപ്പോഴത്തെ പല കാര്യങ്ങളിലും, അതിനകത്തും പ്രോഗ്രാമിംഗ് വരുന്നുണ്ട്, വെബ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക, ഇന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടെക്നോളജിക്കൽ സൈഡിൽ കവർ ചെയ്യുന്നത്. രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ, ഈ ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേയൊക്കെ നിങ്ങളുടെ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. HTML എന്നൊരു ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടല്ലോ. HTML ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വെബ് ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വെബ് സൈറ്റുകൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് നമ്മൾ ഒന്ന് തുടങ്ങി വയ്ക്കും. വെബ് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ചില പ്രിലിമിനറി കോൺസെപ്റ്റ്സ് ഈ ചാപ്റ്ററിൽ തുടങ്ങുന്നു. അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടർന്ന് വരുന്ന ചാപ്റ്ററിൽ നമ്മൾ പരിചയപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് നമുക്ക് ഒരു സ്മൂത്ത് എൻട്രി വേണമെങ്കിൽ കഴിഞ്ഞ വർഷം പഠിച്ച ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ വരണം. പ്രധാനമായിട്ടും വേണ്ടത് 4 കാര്യങ്ങളാണ്. ഒന്ന് ക്ലയൻറ്റ് സെർവർ, മറ്റൊന്ന് പ്രോട്ടോക്കോൾ, പിന്നൊന്ന് DNS, പിന്നെ URL. നിങ്ങൾക്ക് ഏറ്റവും പരിചയം URL ആയിരിക്കും അല്ലേ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, അതല്ലേ. പക്ഷെ നമുക്ക് ഓരോന്നായിട്ട് നോക്കുമ്പം ക്ലയൻറ്റ് സെർവർ, കഴിഞ്ഞ വർഷം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നൊരു ചാപ്റ്ററിൽ നമ്മളത് ഒന്ന് അഡ്രസ്സ് ചെയ്തിരുന്നതാണ്. ക്ലയൻറ്റ് സെർവർ, ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സും സെർവർ കമ്പ്യൂട്ടറും ഒരു നെറ്റ്വർക്കിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ കൂടി വിശാലമായ ലോകമാണല്ലോ ഇൻ്റർനെറ്റ് അല്ലേ. ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറുകളുടെയും ഒത്തിരി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും നെറ്റ്വർക്കുകളുടെയും ഒക്കെ ചേർന്ന ഒരു വലിയ വിശാലമായ നെറ്റ്വർക്കാണല്ലോ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കുറേയേറെ കമ്പ്യൂട്ടേഴ്സ് സെർവർ കമ്പ്യൂട്ടേഴ്സ് എന്നറിയപ്പെടും, സെർവർ കമ്പ്യൂട്ടേഴ്സ്. പിന്നെ ഭൂരിഭാഗവും ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ക്ലയൻറ്റ്സ് എന്നായിരിക്കും അറിയപ്പെടുക. അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ എന്തൊക്കെ സർവീസാണോ ആസ് എ യൂസർ നമുക്ക് ആവശ്യം, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ് അല്ലെങ്കിൽ മൊബൈൽ, അതുമല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, നെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങൾ ആവശ്യമുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, അതിനെയൊക്കെയാണ് ക്ലയൻറ്റ്സ് എന്ന് പറയുക. പിന്നെന്നുള്ളത് ഏതാ, സെർവർ കമ്പ്യൂട്ടർ, കിടു കമ്പ്യൂട്ടർ എന്നൊക്കെ നിങ്ങളുടെ ഭാഷയിൽ വേണമെങ്കിൽ പറയാം അല്ലേ. ഈ സേവനങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടർ, അതിലാണ് എല്ലാം ഉള്ളത്, അതിലുള്ളതാണ് നമ്മളിങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊന്നൊന്നുമല്ല കേട്ടോ, അങ്ങനെ നിരവധിയായ സെർവേഴ്സ് ഉണ്ട്. അതാണ് ആ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അത് ഓർത്തോളുക. രണ്ടാമതൊരു കോൺസെപ്റ്റ് നമ്മൾ ഓർക്കേണ്ടത് പ്രോട്ടോക്കോൾ. എന്താണ്, കേട്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ സീസണിൽ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ, കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കുക എന്നുള്ളത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, പാലിക്കണം. നമ്മൾ സംബന്ധിച്ച് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മീനിങ് സെയിം ആട്ടോ. ഈ കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ കാര്യത്തിലാണെങ്കിലും നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ ആണെങ്കിലും ഒക്കെ മീനിങ് സെയിം ആണ്. സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതാണ്. കോവിഡിൻ്റെ കാര്യത്തിൽ എന്താ, ഈ രോഗം വ്യാപിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതാണ്. ഇവിടെയോ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ വരുമ്പോഴോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്മൂത്തായിട്ട് നടക്കണമെങ്കിൽ ചില പ്രോട്ടോക്കോൾസ് ഫോളോ ചെയ്യണം, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. അതിനെയാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. പല സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ കുട്ടികളും അധ്യാപകരും അവിടെ ഒരു പ്രോട്ടോക്കോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്, എങ്കിലേ ഇഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തണം, നിങ്ങൾ ഉയർത്തുന്ന സംശയങ്ങളോ നിങ്ങൾക്ക് പറയാനുള്ളതോ ആയത് ഞാൻ കേൾക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ആര് എപ്പോൾ സംസാരിക്കണം, അപ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഏത് രംഗത്താണെങ്കിലും
ഒന്നിലധികം ആൾക്കാരുടെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ പാലിക്കപ്പെടേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനെയാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുക. ഓക്കെ, മറ്റൊന്ന് വരാം DNS, ഡൊമൈൻ നെയിം സിസ്റ്റം എന്നാണ് അതിനെ പറയുക, അല്ലേ? DNS സെർവറുകൾ, ഞാൻ നേരത്തെ സെർവർ പറഞ്ഞല്ലോ, അതിൽ കുറേ സെർവേഴ്സ് DNS സെർവേഴ്സ് എന്നാണ് അറിയപ്പെടുക. എന്താണെന്നറിയോ? ഈ ലോകത്തുള്ള എല്ലാ വെബ്സൈറ്റുകളെക്കുറിച്ചും ഉള്ള ഇൻഫർമേഷൻ അതിനകത്തുണ്ട്. ഒരു ഡേറ്റാബേസ് ഉണ്ട് അതിനകത്ത്. ആ വെബ്സൈറ്റിൻ്റെ പേരെന്താണ്, ആ വെബ്സൈറ്റ് ഏത് സെർവറിലാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ വാക്കുകളെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പിന്നീട് കാണാം. ഇപ്പോൾ ഒരു വെബ്സൈറ്റ്, ഇപ്പോൾ നമ്മുടെ സ്കൂളിനെക്കുറിച്ചൊരു വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ സ്കൂളിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് നമ്മുടെ സ്കൂളിലെ കമ്പ്യൂട്ടറിലാവണമെന്നില്ലല്ലോ ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട ഫയലുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് മറ്റേതോ സെർവറിലായിരിക്കും. ഓക്കെ, അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ വെബ്സൈറ്റുകളും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന, ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അങ്ങനെയുള്ള വെബ്സൈറ്റുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ആ വെബ്സൈറ്റിൻ്റെ പേരെന്താണ്, അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിനോടൊപ്പം പ്രധാനമായിട്ടും ആ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ്. ഓർമ്മയുണ്ടോ? IP അഡ്രസ്സ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള ഒരു കമ്പ്യൂട്ടറിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു അഡ്രസ്സാണല്ലേ? കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളാണ്. IP അഡ്രസ്സ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മൊബൈലിനകത്ത്, നമ്മുടെ ഫോണിൽ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റില്ലേ, പേരും നമ്പറും. നമ്മൾ ഒരിക്കൽ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളിനെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ആക്ച്വലി നമ്പർ ഡയൽ ചെയ്യുകയാണല്ലോ വേണ്ടത്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും നമ്പർ ഡയൽ ചെയ്യാറുണ്ടോ? വൺസ് വി ഹാവ് ദ നെയിം ആൻഡ് നമ്പർ ഇൻ അവർ ഫോൺ, നമ്മുടെ ഫോണിനകത്ത് അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലേ നമ്മളെന്താ കോൺടാക്ട്സിൽ ആൽഫബറ്റിക് ഓർഡറിൽ പോയി ആ പേരെടുക്കുന്നു, ആ പേര് സെർച്ച് ചെയ്തിട്ട് പേരിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അയാളോട്ട് കണക്റ്റഡ് ആവുന്നു. ആക്ച്വലി പേരാണോ ഈ കണക്ട് ചെയ്യിക്കുന്നത്? ആ പേര് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ പേരിനോടൊപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നമ്പറുമായിട്ടാണ് നമ്മുടെ ഫോൺ കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഇതുപോലെയാണ് IP അഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞാലും. ഓക്കെ, അപ്പോൾ ഒരു വെബ്സൈറ്റ് ഏത് സെർവറിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ആ സെർവറിൻ്റെ IP അഡ്രസ്സ് തുടങ്ങിയ വിവരങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സെർവറാണ് DNS സെർവർ, ഡൊമൈൻ നെയിം സിസ്റ്റം സെർവർ എന്ന് പറയുന്നത്. പിന്നെ ഒന്നെന്താ, URL അല്ലേ? URL അറിയാം, വെബ്സൈറ്റിൻ്റെ പേര്. ഇറ്റ്സ് ആൻ ഐഡൻറ്റിഫയർ. ഇൻ്റർനെറ്റിലെ ഏതൊരു സർവീസും നമുക്ക് കിട്ടുവാനായിട്ട് ഉപയോഗിക്കുന്നത്, ഏതൊരു സർവീസും ഉപയോഗിക്കാനായിട്ട് അതിനൊരു ഐഡൻറ്റിഫയർ ഉണ്ടാവും, അതിന് തിരിച്ചറിയാനൊരു പേരുണ്ടാവും. അതിനെയാണ് URL എന്ന് പറയുന്നത്. വെബ്സൈറ്റ് അഡ്രസ്സ്, അത്രയേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ ഈ 4 കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ വേണം. ഇനി നമ്മൾ കാണുന്നത് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ്, വെബിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ. അത് ഞാൻ പറഞ്ഞല്ലോ, ക്ലയൻസും ഉണ്ട്, സെർവേഴ്സും ഉണ്ട്. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതും കഴിഞ്ഞ വർഷം ഏതാണ്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ 2 പേര് മിനിമം വേണമല്ലോ, അല്ലേ? ഒന്ന് ഈ ഡേറ്റ സെൻഡ് ചെയ്യാനും മറ്റൊരാൾ റിസീവ് ചെയ്യാനും. അപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഞാൻ സംസാരിക്കണം, നിങ്ങൾ കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കണം, ഞാൻ കേൾക്കണം. 2 പേരെന്തായാലും വേണം. 2ൽ കൂടുതലാകാം, കുഴപ്പമില്ല, 2 പേര് മിനിമം വേണം. അപ്പോൾ ഒരു സെൻഡറും ഒരു റിസീവറും. ഞാൻ സ്ക്രീനിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു സെൻഡർ, അതിനുവേണ്ടി ഒരു കമ്പ്യൂട്ടറിനെ ഞാൻ കാണിക്കുന്നു. അടുത്ത് ഒരു റിസീവറിനെ, ഒരു റെസിപ്പിയൻറ്റിനെയും കാണിക്കുന്നു. അപ്പോൾ ഈ സെൻഡർ സിസ്റ്റം, സെൻഡ് ചെയ്യുന്ന മെഷീൻ, സെൻഡറിൽ നിന്നും എന്തെങ്കിലും മെസ്സേജസ്, എന്തെങ്കിലും ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ അത് എങ്ങോട്ടേക്കാണ് സെൻഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരിക്കണമല്ലോ. സെൻഡറിൽ നിന്നും ഡേറ്റ എങ്ങോട്ടാണോ അയക്കുന്നത് ആ റെസിപ്പിയൻറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ടാകണമല്ലോ. പോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, റിസീവ് ചെയ്യുന്ന ആളുടെ അഡ്രസ്സ് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ മാതിരി ഈ സെൻഡ് ചെയ്യുന്ന ഡേറ്റയിൽ എന്തുണ്ടാവും? ഇത് ആർക്കാണോ എത്തിച്ചേരേണ്ടത്, ഏത് റെസിപ്പിയൻറ്റിനാണോ എത്തിച്ചേരേണ്ടത് ആ റെസിപ്പിയൻറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. എന്ത് അഡ്രസ്സ്? IP അഡ്രസ്സ് ഉണ്ടാവും. IP അഡ്രസ്സ് ഉണ്ടാവും. പിന്നെ ഡേറ്റ ഉണ്ടാവും. ഒപ്പം ഇതാരാണോ സെൻഡ് ചെയ്യുന്നത്, ഫ്രമും ടൂവും, നമ്മുടെ എന്താണ് പോസ്റ്റൽ അഡ്രസ്സ്, അതിൽ പറയുന്ന ഫ്രമും ടൂവും അത് തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇവിടെ നീട്ടിപ്പിടിച്ച ടെക്സ്റ്റൊന്നുമല്ല, IP അഡ്രസ്സുകളാണ് ഫ്രമും ടൂവായിട്ട് വരുന്നത്. ഏത് കമ്പ്യൂട്ടറിലേക്കാണ് ഈ ഡേറ്റ പോകേണ്ടത്, ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ ഡേറ്റ പോകുന്നത്, രണ്ടിൻ്റെയും IP അഡ്രസ്സ് ഉണ്ടാവും ഈ ഡേറ്റയിൽ. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ ഇവിടെ നിന്ന് അങ്ങ് സെൻഡ് ചെയ്യാൻ പോവുകയാണ്. സെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ? ഈ ഡേറ്റ ഫയലിൻ്റെ രൂപത്തിലായിരിക്കുമല്ലോ. ഈ ഫയൽ ഒന്നാകെ അങ്ങ് സെൻഡ് ചെയ്യുകയാണോ? അത് പണി പാളും കേട്ടോ. പ്രത്യേകിച്ചും വലിയ സൈസുള്ള ഫയലാണെങ്കിൽ ഇവനിങ്ങനെ പോകുമ്പോഴത്തേനും ഇതുപോലെ ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടേഴ്സ് ഒരേ സമയം മറ്റ് പല കമ്പ്യൂട്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് ജാം, അങ്ങനൊരു പ്രശ്നം വരാറില്ലേ? നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാറില്ലേ? നെറ്റ് കിട്ടുന്നില്ല, സ്ലോ ആവുന്നു, കൺജഷൻ വരുന്നു. പ്രത്യേകിച്ച് റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ആ ദിവസങ്ങളിൽ കിട്ടാൻ പ്രയാസമല്ലേ? എല്ലാവരും കൂടി കയറി ആക്സസ് ചെയ്യാണ്. അപ്പോൾ ഈ കൺജൻഷൻ ഉണ്ടാവും, ട്രാഫിക് കൺജൻഷൻ ഉണ്ടാവും. എന്ന് മാത്രമല്ല, ഈ ഫയൽ ഇങ്ങനെ വല്ല ഇതിനെ എത്തിയെന്ന് വിചാരിച്ചു, ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് എത്തേണ്ടടുത്ത് എത്തിയപ്പോഴത്തേനും വഴിക്ക് എന്തെങ്കിലുമൊക്കെ മിസ്സിങ് സംഭവിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ
റീസെൻഡ് ചെയ്യേണ്ടി വരും. അതേ ഫയലിനെ ഒന്നാകെ വീണ്ടും സെൻഡ് ചെയ്യേണ്ടി വരും. ഇത് ഒഴിവാക്കാനായിട്ട് ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഒരു പ്രോട്ടോക്കോളിനെ കുറിച്ച്, പ്രത്യേകിച്ചും ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ വളരെ വളരെ പ്രസക്തമായ ഒരു പ്രോട്ടോക്കോളുണ്ട്, TCP/IP പ്രോട്ടോക്കോൾ അല്ലേ? ഓർമ്മയിൽ വരുന്നുണ്ടോ? കഴിഞ്ഞ വർഷം പഠിച്ചത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, TCP/IP, TCP/IP. ഇതാണ് ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഏത് നെറ്റ്വർക്കും ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് ബേസ്. ഇതിന് മുകളിലാണ് മറ്റ് പ്രോട്ടോക്കോൾസൊക്കെ വർക്ക് ചെയ്യുന്നത്. കാരണം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇവർ തമ്മിലാണ്. അതിൽ TCPയുടെ ഒരു റോളുണ്ട്. ആദ്യം നടക്കുന്നത് ആ TCP/IPയുടെ TCP പാർട്ട് ഈ ഡേറ്റയെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി ബ്രേക്ക് ചെയ്യുന്നു. വലിയ ഫയലിനെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളാക്കി മാറ്റുന്നു. ഡേറ്റ പാക്കറ്റ്സ് എന്ന് പറയുന്നു. ഡേറ്റ പാക്കറ്റ്സിന് നമ്പർ ഉണ്ടാവും. ഓരോ പാക്കറ്റിലും ടു അഡ്രസ്സും ഫ്രം അഡ്രസ്സും ഉണ്ടാവും. റൈറ്റ്? എൻ്റയർ ഫയൽ ഈസ് ബ്രോക്കൺ into small data packets and each packet will contain the packet number, the to address, അതായത് IP address of the recipient as well as the sender. ഇത് രണ്ടും ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഈ പാക്കറ്റുകളെ കയറ്റി അങ്ങ് വിടും. ഇവരിങ്ങനെ ട്രാവൽ ചെയ്യും. ഏതിലൂടെയാണ്? റൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ് ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ലാബിലൊക്കെ ഇരിക്കുന്ന ചെറിയ മെഷീനായിരിക്കും റൂട്ടർ. ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേനും വലിയ വലിയ കമ്പ്യൂട്ടേഴ്സ് തന്നെയാണ് റൂട്ടേഴ്സായിട്ട് മാറുന്നത്. ഈ റൂട്ടേഴ്സിലൂടെ ഡേറ്റ പാക്കറ്റുകൾ ഇങ്ങനെ ട്രാവൽ ചെയ്യും. എവിടെയൊക്കെയാണോ ഫ്രീ ഉള്ളത്, ഏതൊക്കെ റൂട്ട്സ് ആണോ ഫ്രീ ഉള്ളത്, അതാണല്ലോ റൂട്ടറിൻ്റെ ഒരു പവർ എന്ന് വന്നത്. ഇറ്റ്സ് ഇൻ്റലിജൻറ്റ് അല്ലേ? ഇറ്റ് ഈസ് ഇൻ്റലിജൻറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രാഫിക് ഫ്രീ ഉള്ള സ്ഥലങ്ങളിലോട്ട്, ലോ ട്രാഫിക് ഉള്ളിടത്തൂടെയൊക്കെ പറ്റുന്ന വഴികളിലൂടെയൊക്കെ ഈ ഡേറ്റ പാക്കറ്റുകളെ ഇയാൾ അങ്ങ് കടത്തി വിട്ടുകൊണ്ടിരിക്കും. ഈ റൂട്ടറുകളിലൂടെയൊക്കെ സഞ്ചരിച്ച് അവസാനം ഇതെവിടെ വരും? കാരണം എല്ലാ പാക്കറ്റിലും എന്തുണ്ട്? ടു അഡ്രസ് ഉണ്ട്, IP അഡ്രസ് ഓഫ് ദ റെസിപ്പിയൻ്റ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ട്രാവൽ ചെയ്ത് അവസാനം റെസിപ്പിയൻ്റെ അടുത്തെത്തും. പല വഴിയിൽ കൂടിയൊക്കെ അങ്ങ് വരും. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആവുകയും ചെയ്യും. പല വഴി കൂടി ഒരേ സമയം വരികയല്ലേ, വളരെ ഫാസ്റ്റായിട്ട് നടക്കും. ഇനി ഏതെങ്കിലും ഒരു പാക്കറ്റ് മിസ്സിംഗ് ആണെന്ന് വിചാരിച്ചോളുക, സെൻഡർ എന്ത് ചെയ്യും? ആ പാക്കറ്റ് മാത്രം റീസെൻഡ് ചെയ്താൽ മതി. നേരത്തെ പോലെ എൻ്റയർ ഫയലിനെ റീസെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മിസ്സിംഗ് ആയിട്ടുള്ള പാക്കറ്റ്സ് അതിനെ മാത്രം ഒന്ന് റീസെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും ഇങ്ങ് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ റെസിപ്പിയൻ്റ് ചെയ്യുന്ന പണി എന്താ? അവിടെയും ഉണ്ടാര് TCP/IP. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവായിട്ട് നടക്കണമെങ്കിൽ അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഈ TCP/IP പ്രോട്ടോക്കോളാണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതാണ് ആ സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? റെസിപ്പിയൻറ്റിലുള്ള TCP/IP പ്രോട്ടോക്കോൾ അവിടെ ഉണ്ടല്ലോ, ആ TCP ഇവരെല്ലാവരെയും റീഅസംബിൾ ചെയ്യും. ഇങ്ങനെ പല പാക്കറ്റുകളായിട്ട് വന്നില്ലേ, ഇതിനെ റീഅസംബിൾ ചെയ്ത്, നമ്പറുണ്ട്, റീഅസംബിൾ ചെയ്ത് ഒറിജിനൽ ഫയലിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നു. ഇതാണ് ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ നടക്കുക. കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബ്, ഇതിനെ ശരിക്കും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ, മറ്റൊന്ന് സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. ക്ലയൻസും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതാണ് നമുക്ക് പരിചയമുള്ളത് അല്ലേ. നമ്മളറിയാതെ പിന്നാമ്പുറത്ത് നടക്കുന്ന മറ്റൊരു കഥയുണ്ട്, സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. സോ 2 types ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ്. പുറത്തോളാം. ഞാനിവിടെ ഒരു ക്ലയൻറ്റ് മെഷീനെ കാണിക്കുന്നു. ഒരു ലാപ്ടോപ്പാണ് കാണുന്നത്, അത് മൊബൈലാകാം, സാധാരണ ഡെസ്ക്ടോപ്പ് ആകാം, സെർവർ മെഷീനും കാണുന്നുണ്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ എന്താ സംഭവിക്കുന്നത് അറിയോ? നമ്മളിൽ നിന്നും നമ്മൾ വെബ്സൈറ്റിൻ്റെ പേര് കൊടുത്തു, എവിടെ ബ്രൗസർ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ ആയി കഴിഞ്ഞു, ബ്രൗസർ ലോഡ് ചെയ്ത് കഴിഞ്ഞു, URL കൊടുത്തു. അപ്പോൾ എന്താ പോകുന്നത്? ബ്രൗസർ ഈ സെർവറിലേക്ക് DNSൽ നിന്നും ഇതിൻ്റെ എന്താ പറയുക, DNS സെർവറിൽ പോയിട്ട് അതിൻ്റെ IP അഡ്രസ്സ് എടുത്തു കേട്ടോ. ഇതിന് മുമ്പ് നടക്കുന്നൊരു കാര്യമുണ്ട്. ക്ലയൻറ്റ് അയാളുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ തരുന്ന ഒരു സർവീസ് പ്രൊവൈഡർ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് അയാളിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആളിൽ നിന്നോ ഒക്കെ DNS സെർവറിൽ നിന്നും നമ്മുടെ വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്കിപ്പോൾ നിങ്ങളൊരാളെ കോൺടാക്ട് ചെയ്യണം. ഇപ്പോൾ നികേത് എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റിനെ എനിക്ക് വിളിക്കണം. സ്കൂളിലല്ലല്ലോ എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യണം. പക്ഷേ എൻ്റെ കയ്യിൽ നിങ്ങളുടെ നമ്പറില്ല. പക്ഷേ ഈ നമ്പർ എവിടെയുണ്ട്? സ്കൂൾ ഓഫീസിലുണ്ട്. എനിക്ക് സ്കൂൾ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. ഞാൻ സ്കൂൾ ഓഫീസിനെ കോൺടാക്ട് ചെയ്യുന്നു. അവിടുത്തെ രജിസ്റ്റർ നോക്കി നിങ്ങളുടെ പേര് പറഞ്ഞു, ഇന്ന ക്ലാസ്സിലെ ഇന്ന കുട്ടി, അയാളുടെ നമ്പർ എനിക്ക് വേണം. ഓഫീസിൽ നിന്ന് കിട്ടുന്ന ആ നമ്പർ ഉപയോഗിച്ച് ഞാൻ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നു. അപ്പോൾ DNS സെർവറിൻ്റെ റോൾ ഏതാണ്ട് ഇതുപോലെയാണ്. ഓക്കെ, ക്ലയൻറ്റ് DNS സെർവറിൽ നിന്നും നമ്മൾ ആവശ്യപ്പെട്ട URLൻ്റെ IP അഡ്രസ്സ് കളക്ട് ചെയ്യുന്നു. ആ IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ സെർവറായില്ലേ, ആ IP അഡ്രസ്സിലുള്ള കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡായി. അങ്ങനെ കണക്ഷനായി കഴിയുമ്പോൾ പ്രത്യേകിച്ചും സാധാരണഗതിയിലുള്ള ഒരു ഡേറ്റ ട്രാൻസ്ഫറിന് വെറുതെ അങ്ങ് പോയാൽ മതി. എങ്ങനെയാണ്? വെറുതെയുള്ള വെബ്സൈറ്റുകൾ, ഇൻഫർമേഷൻ കാണാൻ മാത്രമുള്ള വെബ്സൈറ്റുകളാണെങ്കിൽ നമ്മൾ ഈ അഡ്രസ്സ് അങ്ങോട്ട് കൊടുക്കുന്നു. ഏതാ? സെർവറിൻ്റെ IP കിട്ടിയല്ലോ, IP അഡ്രസ്സ് കിട്ടിയല്ലോ, ആ സെർവറുമായിട്ട് കണക്റ്റഡ് ആവുന്നു. നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുന്നു, ഇന്ന
സൈറ്റിലെ കണ്ടൻറ്റാണ് വേണ്ടത്. സെർവർ ആ കണ്ടൻറ്റ് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു തരുന്നു, നമ്മുടെ ബ്രൗസറിൽ അത് കാണുന്നു. പക്ഷേ പലപ്പോഴും ഈ യൂസർ നെയിം പാസ്വേഡ്, എസ്പെഷ്യലി എന്താ പറയുക, ബാങ്കിങ് ട്രാൻസാക്ഷൻസ്, ഇവിടെയൊക്കെ സെക്യൂരിറ്റിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ കേൾക്കാറില്ലേ ഹാക്കിംഗ്? നിങ്ങൾക്കും പലർക്കും താല്പര്യമുള്ളൊരു വിഷയമാണ്. അഫ്കോഴ്സ് നിങ്ങൾക്കെല്ലാവർക്കും വൈറ്റ് ഹാക്കേഴ്സ് ആവാനുള്ള ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നല്ല രീതിയിൽ അല്ലേ, നന്നായിട്ട് ഉപയോഗിക്കാം, ചീത്തയായിട്ട് ഉപയോഗിക്കാം, പൊയ്ക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ വളരെ കോൺഫിഡൻഷ്യലായിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേനും അത് ഇടയ്ക്കെന്ന് ആരും അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ നോക്കണം. ആരും അത് മോഷ്ടിക്കരുത്. അതുകൊണ്ട് അതിനാണല്ലോ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി എൻഷുർ ചെയ്തിട്ട് വേണം ഈ ട്രാൻസ്ഫർ നടത്താൻ. അങ്ങനെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളുണ്ട്, HTTPS. സാധാരണയുള്ള ഡേറ്റ ട്രാൻസ്ഫർ, ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് വഴിയുള്ള ഡേറ്റ ട്രാൻസ്ഫറിന് HTTP എന്നാണ് പറഞ്ഞത്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. സെക്യൂർഡ് ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ സെക്യൂർഡ് സോക്കറ്റ് ലെയർ SSL, ആ ലെയറിൽ നിന്ന് വർക്ക് ചെയ്യുന്ന HTTPS, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർഡ് എന്ന പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടാണ് കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നോക്കൂ, ക്ലയൻറ്റിൽ നിന്നും ബ്രൗസർ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. എങ്ങോട്ട്? സെർവറിലേക്ക്. എനിക്കൊരു SSL സെഷനാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, സെക്യൂരിറ്റി ആദ്യം എൻഷുർ ചെയ്യണമെന്ന് പറയുന്നു. ഒരു സെക്യൂർഡ് ട്രാൻസാക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള വിവരം കൊടുക്കുന്നു. ഉടനെ സെർവർ എന്ത് ചെയ്യുന്നു? നോക്കിക്കോളൂ, സെർവർ ഒരു SSL സർട്ടിഫിക്കറ്റ് റിട്ടേൺ ചെയ്യുന്നു. സെക്യൂർഡ് ആണ് എന്ന് രേഖപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് റിട്ടേൺ ചെയ്യുന്നത്. അതെന്താ ആ സർട്ടിഫിക്കറ്റ്? ആ സർട്ടിഫിക്കറ്റിൽ ചില കാര്യങ്ങളുണ്ട്. ദ വാലിഡിറ്റി ഓഫ് ദ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് ജെനുവിൻ ആണോ? നിങ്ങളിപ്പോൾ ആക്സസ് ചെയ്തിരിക്കുന്ന സെർവർ ജെനുവിൻ ആയിട്ടുള്ള സെർവർ തന്നെയാണോ? അത് ഓതറൈസ്ഡ് ആണോ? നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണോ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൗസറിലേക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് നോക്കുന്നു. സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ മനസ്സിലാവും, ഓക്കെ, അത് സെക്യൂർഡ് കണക്ഷനാണ്, നമ്മളുമായിട്ട് ഇപ്പോൾ കണക്റ്റഡ് ആയിരിക്കുന്ന ആൾ ജെനുവിൻ തന്നെയാണ്, എന്താ പറയുക, ഓതറൈസ്ഡ് ഓതൻറ്റിക് ആയിട്ടുള്ള സെർവർ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എങ്കിലടുത്ത് എന്ത് ചെയ്യും? ഇനി നമുക്ക് തുടങ്ങാമല്ലോ, നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ആ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ബ്രൗസർ ഇനിഷ്യേറ്റ്സ് ആൻ എൻക്രിപ്റ്റഡ് സെഷൻ. ഒരു എൻക്രിപ്റ്റഡ് സെഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷേ വെറും പ്ലെയിൻ ടെക്സ്റ്റായിട്ടല്ല പോകുന്നത്, എൻക്രിപ്റ്റഡ് ഡേറ്റ എന്ന് വെച്ചാലോ കോഡിങ്. ആക്ച്വൽ ടെക്സ്റ്റിനെ, നമ്മൾ അയക്കുന്ന ആക്ച്വൽ ടെക്സ്റ്റ് അതേപടി പോവുകയല്ല. ഒന്നുകൂടി സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ കോഡഡ് ഫോമിലേക്ക് മാറ്റും. മറ്റേതെങ്കിലും ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ട് ഇതിനെ കോഡ് ചെയ്യും. അതിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എൻക്രിപ്റ്റഡ് സെഷൻ തുടങ്ങാം എന്നൊരു ധാരണയാവുന്നു. ആ ധാരണയായി കഴിഞ്ഞാൽ അവർ തമ്മിൽ ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കും. എങ്ങനെയാണ്? എൻക്രിപ്റ്റഡ് ഫോമിൽ തന്നെ ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കും. അങ്ങനെ നമുക്ക് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഒരു ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ സെക്യൂർഡ് സ്റ്റൈലിൽ നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ നമ്മൾ കണക്റ്റഡ് ആയിരിക്കുന്ന സൈറ്റ് ഓതറൈസ്ഡ് ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ, എസ്പെഷ്യലി അവിടെയാണല്ലോ നമ്മളെ കളിപ്പീര് നടക്കുന്ന മുഴുവൻ ബാങ്കിങ് സെക്ടറിലാണല്ലോ. നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കിൻ്റെ സൈറ്റാണെന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, വെബ്സൈറ്റിലുണ്ടാവും. പക്ഷേ അത് ഒറിജിനൽ സൈറ്റ് ആവണമെന്നില്ല. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? URL-ൽ ഒരു പാഡ്ലോക്ക് സിമ്പൽ കാണും, ഒരു പാഡ്ലോക്ക് സിമ്പൽ. ആ സിമ്പൽ ഉണ്ടാകണം. അതിനോടൊപ്പം തന്നെ എന്താ നോക്കിക്കോളൂ, HTTPS, വെബ്സൈറ്റിന് തൊട്ട് മുമ്പ് HTTPS എന്നുണ്ടാവും. ഇനി ഒന്നുകൂടി നമുക്ക് ഉറപ്പ് വരുത്താം, ആ പാഡ്ലോക്കിൽ കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, URL-ന് തൊട്ട് മുമ്പിലുള്ള ആ പാഡ്ലോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. കണ്ടില്ല, അതിനകത്ത് എഴുതിയിട്ടുണ്ട് യു ആർ കണക്റ്റഡ് ടു onlinesbi.com വിച്ച് ഇസ് റൺ ബൈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ. ഓക്കെ, അതൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, വെരിഫൈഡ് ബൈ വെരിസൈൻ എന്നൊരു ഓർഗനൈസേഷനാണ് ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അവരൊരു ഓതറൈസ്ഡ് ഏജൻസിയാണ്. ഓക്കെ, ശരി. ഇനി നമ്മൾ പോകുന്നത് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. സെർവറുകൾ തമ്മിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളൊരു ഓൺലൈൻ പർച്ചേസിനെ കുറിച്ച് ചിന്തിക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാവും. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ സാധാരണ എന്ത് ചെയ്യും? ഒരു മൊബൈൽ അല്ലെങ്കിൽ ലാപ്പ് എന്തോ ആയിക്കോട്ടെ, ഒരു ക്ലയൻറ്റ് മെഷീൻ. ഇപ്പോൾ കൂടുതൽ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മൾ നേരെ എന്താ പറയുക, ഇപ്പോൾ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അവരുടെ സൈറ്റിൽ കയറുന്നു. ആ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവരുമായിട്ട് കണക്റ്റഡ് ആയല്ലോ, സൈറ്റ് ഓപ്പൺ ആയി കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഈ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ മർച്ചൻ്റ് സെർവർ, അതായത് ഈ പറഞ്ഞ നമ്മൾ ആരുമായിട്ടാണോ ട്രേഡിംഗ് ഇപ്പോൾ നടത്താൻ പോകുന്നത് ആ മർച്ചൻ്റ് സെർവർ പേയ്മെൻറ്റ് നടത്തണ്ടേ? ഓൺലൈൻ പേയ്മെൻറ്റിലോട്ട് നമ്മൾ സാധനം നമ്മൾ വാങ്ങിക്കുന്ന പർച്ചേസ് ചെയ്യുന്ന ആ പ്രോഡക്റ്റ് എന്താണെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്കാണ്. അത് മറ്റൊരു സെർവറാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അയക്കുന്ന കാശ് മെർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തണ്ടേ? അത് ഈ മെർച്ചൻറ്റിൻ്റെ സെർവറിൽ ഇങ്ങനെയുള്ള ഇത്തരം ക്യാഷ് ട്രാൻസാക്ഷൻസിനുള്ള ഫെസിലിറ്റീസ് ഒന്നും കാണണമെന്നില്ല.
ബാങ്കിൻ്റെ സെർവർ ഉണ്ടാവും. ബാങ്കിൻ്റെ സെർവറിൽ എൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എനിക്ക് കാണാൻ സാധിക്കും. ഈ മെർച്ചൻറ്റിൻ്റെ അക്കൗണ്ടുമായിട്ട് ഡീറ്റെയിൽസൊക്കെ അവർക്ക് അതിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും, അറിയാൻ സാധിക്കും. പക്ഷേ ഈ മെർച്ചൻറ്റിൻ്റെ ഈ പ്രോഡക്ട്സൊക്കെ അവൈൽ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ഈ ബിസിനസ് നടത്തുന്ന സെർവറും ബാങ്കും തമ്മിൽ ഒരു കണക്ഷൻ, ബാങ്കിൻ്റെ സെർവറും തമ്മിൽ ഡയറക്റ്റ് ഒരു കണക്ഷൻ ഉണ്ടാവണമെന്നില്ല. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്നൊരു സെർവർ ഇടയിലുണ്ടാവും. ഗേറ്റ് വേ, അതാണ് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. ഇപ്പോൾ എസ്പെഷ്യലി ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യാൻ പറയും. ഒന്നിലധികം ഗേറ്റ് വേസ് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. ഈ മെർച്ചൻറ്റിനെയും ബാങ്കിനെയും തമ്മിൽ ലിങ്ക് ചെയ്യിക്കുന്ന ഒന്നിലധികം ഗേറ്റ് വേസ് ചിലപ്പോൾ അവൈലബിൾ ആകും. അത് അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇല്ല എങ്കിൽ ഒരെണ്ണമേ അവൈലബിൾ ആവുള്ളൂ. നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ പോകുന്നു. അപ്പോൾ നമ്മുടെ റിക്വസ്റ്റ് പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് മർച്ചൻറ്റ് പറയുന്നു, ദേ ഇയാൾ ഇത്ര രൂപയ്ക്കുള്ള സാധനം പർച്ചേസ് ചെയ്തു, അപ്പോൾ അത് പേയ്മെൻറ്റ് നടത്താനുള്ള സൗകര്യം കൊടുക്കണം. പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ത് ചെയ്യും? നേരെ ആ ട്രാൻസാക്ഷന് വേണ്ടിയുള്ള റിക്വസ്റ്റ് ബാങ്കിൻ്റെ സെർവറിലേക്ക് കൊടുക്കുന്നു. ഞാൻ ആദ്യം കണക്ട് ആയിരുന്ന ആരുമായിട്ടാ? നമ്മുടെ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ മെർച്ചൻറ്റിൻ്റെ സൈറ്റുമായിട്ടായിരുന്നു കണക്ട് ആയിരുന്നത്. ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും URL ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇപ്പോൾ നമ്മൾ കണക്ട് ആയിരിക്കുന്ന സൈറ്റ് ബാങ്കിൻ്റെ സൈറ്റാണ്. അത് SBI എന്തോ വാട്ടർ ഇറ്റ് മേ ബി, ഫെഡറൽ ബാങ്കോ എന്തോ ആയിക്കോട്ടെ. ഏത് ബാങ്കിലാണോ നമ്മുടെ അക്കൗണ്ട് ഉള്ളത് അത് സെലക്ട് ചെയ്യാനുള്ള പ്രൊവിഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബാങ്കിൻ്റെ സൈറ്റുമായിട്ട് നമ്മൾ കണക്റ്റഡായി. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഒക്കെ ഉണ്ടാവണമല്ലോ, ഈ പേയ്മെൻറ്റ് നടത്താനുള്ള ക്യാഷ് ഉണ്ടാവണമല്ലോ. ആ ക്യാഷ് ഉണ്ടെങ്കിൽ എനിക്ക് പേയ്മെൻറ്റ് നടത്താം. പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ ആ പേയ്മെൻറ്റ് ആരുടെ അക്കൗണ്ടിൽ പോകും? എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈ പേയ്മെൻറ്റ് നടത്തിയ ക്യാഷ് മെർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. അതാണിപ്പോൾ കാണുന്നത്. എൻ്റെ അക്കൗണ്ടിലെ ക്യാഷ് ആ പേയ്മെൻറ്റ് മെർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പോയി. മർച്ചൻറ്റ് അക്കൗണ്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ഉടനെ എൻ്റെ റെസ്പോൺസ് ആർക്ക് കിട്ടും? ഗേറ്റ് വേക്ക് കിട്ടും. ഗേറ്റ് വേയോട് പറയും, ഓക്കെ ക്യാഷൊക്കെ ഇയാളുടെ ഉണ്ടായിരുന്നു, ഞാൻ ആ ക്യാഷ് എടുത്ത് മെർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സോ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി എന്നുള്ള വിവരം ആര് കൊടുക്കും? ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ മെർച്ചൻറ്റിൻ്റെ സെർവറിലേക്ക് കൊടുക്കും. പേയ്മെൻറ്റ് ഗേറ്റ് വേ മെർച്ചൻറ്റിൻ്റെ സെർവറിലേക്ക് പറയും, ഈ പർട്ടിക്കുലർ കസ്റ്റമർ അയാൾ എടുത്തിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ പേയ്മെൻറ്റൊക്കെ നടത്തി കഴിഞ്ഞു, ബാങ്കിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു, ഇനി നമുക്ക് സെയിൽ ഓർഡർ കൺഫേം ചെയ്ത് കൊടുക്കാമെന്ന് പറയും. ഉടനെ മെർച്ചൻറ്റ് പറയും, നമ്മുടെ മെഷീനിലേക്ക്, നമ്മുടെ ലാപ്പിലേക്ക് അല്ലെങ്കിൽ മൊബൈലിലേക്ക് മെസ്സേജ് വരും. മെർച്ചൻറ്റിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും? ഓക്കെ ഓർഡർ ഈസ് സക്സസ്ഫുൾ എന്നോ ഓർഡർ പ്ലേസ്ഡ് എന്നോ അല്ലെങ്കിൽ അതിൻ്റെ ട്രാക്ക് നമ്പറൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് വരും. പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന മെസ്സേജ് ബാങ്കിൽ നിന്നായിരിക്കും. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഇത്ര രൂപ ഡെബിറ്റ് ആയിട്ടുണ്ട് എന്നൊരു മെസ്സേജ് ആയിരിക്കും വരിക. നമുക്ക് ടെൻഷനാണല്ലോ, ദൈവമേ ബാങ്കിൽ നിന്ന് പൈസ പോയി, സാധനം ഇതുവരെ ഓർഡർ പ്ലേസ്ഡ് ആയോ എന്നുള്ള കൺഫർമേഷൻ കിട്ടിയില്ല. ഇതേ പരിപാടി നടക്കുക. ബാങ്കിൽ നിന്ന് റെസ്പോൺസ് പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ വരണം, പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ നിന്ന് മെർച്ചൻറ്റിൻ്റെ സെർവറിൽ വരണം, അവിടെ നിന്ന് വേണം നമുക്ക് കിട്ടാൻ. അല്പം കഴിയുമ്പോഴാണ് വരുന്നത് ഓക്കെ ഓർഡർ കൺഫേംഡ് ആണെന്ന് വരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ വെബിൽ നടക്കുന്ന 2 തരം കമ്മ്യൂണിക്കേഷൻസാണ് ഇന്ന് കണ്ടത്. അടുത്ത ക്ലാസ്സിൽ വെബ് സെർവർ ടെക്നോളജിയെക്കുറിച്ച് വളരെ വിശാലമായിട്ട് നമ്മൾ കാണും. ഓൾ ദി ബെസ്റ്റ്.